ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് KFC ചിക്കനാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കടയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ KFC ചിക്കൻ തയ്യാറാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാനിവിടെ നമുക്കാവശ്യമായ ചിക്കൻ കഴുകി എടുത്തിരിക്കുന്നതാണ്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ വേവിക്കാതെ ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ്റെ ഉൾഭാഗം വേവാറില്ല. അങ്ങനെ ചെയ്തപ്പോൾ പലതവണ ചെയ്തപ്പോഴും ചിക്കൻ്റെ ഉള്ളിൽ വേവാതെ കിട്ടിയത് കൊണ്ട് ഞാനിപ്പോൾ വേറൊരു രീതിയിലാണ് KFC ചിക്കൻ തയ്യാറാക്കുന്നത്. 5 മിനിറ്റിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പപാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ വച്ചു കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ച് അതിൻ്റെ ചൂടാറാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് പുരട്ടാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് മൈദപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ചതച്ച് അത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ കൂടെ 1 നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങയുടെ കുരു കളഞ്ഞ് അതിൻ്റെ നീര് മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്ക് പുരട്ടി വയ്ക്കാം. നല്ലതുപോലെ തന്നെ ഈ മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധം പുരട്ടി വയ്ക്കാം. ഇങ്ങനെയാണ് KFC ചിക്കൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്തിട്ടില്ല എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കായാലും കൊടുക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് 10 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇത് മുഴുവൻ ഇതുപോലെ പുരട്ടിയതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസ് എടുത്ത് ഇതിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. നല്ലതുപോലെ തന്നെ എല്ലാ ഭാഗം ആകുന്നത് വിധം ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് തീ ഒരുപാട് കുറയ്ക്കേണ്ട ആവശ്യവുമില്ല, ഒരുപാട് കൂട്ടി വയ്ക്കുകയും വേണ്ട.
നമ്മൾ ആദ്യം വേവിക്കാതെയാണ് ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ തീ വളരെ കുറച്ച് വെച്ച് കുറച്ചധികം നേരം ഇതിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് അധികം സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. രണ്ട് വശവും നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. ഒരു വശം ഇതുപോലെ നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശവും നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.